നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി യുവതി സാവരിയെ നേരിട്ടത് സമാനകളില്ലാത്ത പീഡനമെന്ന് ബന്ധുക്കൾ. 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായ സാവരിയ ബസന്താണ് സഹപാഠിയും മലപ്പുറം സ്വദേശിയുമായ സദറുൽ അനാമിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സദറുൽ സവാരിയെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തിയത്. എന്നാൽ ഈ ഒരു അടിയേറ്റത് മാത്രമല്ല മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സാവരിയെ നേരിട്ടത് കൊടിയ പീഡനമാണ്. കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ചു കൊന്നതൊന്നുമല്ല, വളരെ ക്രൂരമായി ചെയ്തിരിക്കുന്നതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ പറഞ്ഞു. സാവരിയയോട് മതം മാറാൻ പ്രതി സദറുൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അവിടെയുള്ള കുട്ടികൾ പറഞ്ഞത്. ഇതവർ കണ്ടിട്ടുണ്ട്. എന്നാൽ സാവരിയ അതിന് സമ്മതിച്ചിരുന്നില്ല. അവസാന നിമിഷം എന്താണ് ഉണ്ടായതെന്ന് ആർക്കും അറിഞ്ഞില്ല എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. ബന്ധുവായ ജനീഷ് പറഞ്ഞു. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1-ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു സാവരിയയും പ്രതി സദറുൽ അനാമും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുവരും ഹോസ്റ്റൽ മുറിയിൽ സംസാരിച്ച് നിൽക്കുന്നതിനിടെയാണ് ലാപ്ടോപ്പ് കൊണ്ട് തലയിൽ അടിച്ചു വീഴ്ത്തിയത്. പിന്നീട് സദറുൽ തന്നെയാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മലപ്പുറം പുലാമന്തോൾ കട്ടുപ്പാറ ഇറവത്ത് കിഴക്കേത്തൊടി സദറുൽ അനാമിനെ 22 വയസ്സ്. ഇതേ തുടർന്ന് അവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി ബന്ധുക്കളോട് വിവരം ലഭിച്ചു. കോളേജിൽ നിന്ന് ഒരിക്കൽ വിളിച്ചതല്ലാതെ സംഭവത്തിന്റെ മറ്റ് വിവരങ്ങൾ ഒന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് സദറുൽ അനാമിന്റെ പിതാവ് EK ഹൈദ്രാസ് പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാൻ പിതാവും സഹോദരനും വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. മകന് നിയമസഹായം അഭ്യർത്ഥിച്ച് നോർക്കയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നന്ദി.